നമ്മളെ നശിപ്പിക്കുവാനും നമ്മുടെ അമലുകളെ ഇല്ലാതാക്കുവാനും നമ്മളിലുള്ള നന്മകൾക്ക് കോട്ടം സംഭവിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും അഅറാഫ് സൂറത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം പ്രതിപാദിച്ച വിഷയമാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത്. ഈ ലോകത്ത് പ്രഥമ മനുഷ്യനാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് കൂടിയാലോചന നടത്തി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മനുഷ്യനെ ഈ ഭൂലോകത്തേക്ക് പടക്കുന്നതിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ ഒന്നടങ്കം പറഞ്ഞത് നഹ്നു നുസബ്ബിഹുക വ നുഖദ്ദിസു ലക, അല്ലാഹുവേ, നിന്നെ വാഴ്ത്തുവാനും നിന്നെ പുകഴ്ത്തുവാനും നിനക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കുവാനും നിനക്ക് തസ്ബീഹ് ചൊല്ലുവാനും തഹ്ലീൽ ചൊല്ലുവാനും ഞങ്ങളുണ്ടല്ലോ റഹ്മാനെ. പിന്നെന്തിനാണ് ഈ ഭൂമിയിൽ രക്തച്ചൊരിച്ചുകൾ ഉണ്ടാക്കുന്ന മനുഷ്യനെ നീ സൃഷ്ടിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലായികത്തുകൾ ഒന്നടങ്കം ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്നാണ്. നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ഈ മനുഷ്യനെ സൃഷ്ടിച്ചാൽ രക്തച്ചൊരിച്ചുകൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ മനുഷ്യരിൽ നിന്നാണ് അമ്പിയാക്കൾ ഉടലെടുക്കുന്നത്, അവരിൽ നിന്നാണ് ഔലിയാക്കൾ വരുന്നത്, അവരിൽ നിന്നാണ് സച്ചരിതരാകുന്ന മഹത്തുക്കൾ കടന്നു വരുന്നത്, അവരിൽ നിന്നാണ് സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഈ ലോകത്ത് ഉടലെടുക്കുന്നത്. ഇതൊക്കെ മനുഷ്യരിൽ നിന്നാണ്. അപ്പൊ മനുഷ്യനെ നിങ്ങൾ അത്ര നിസാരമായി കാണരുത്. നിങ്ങൾ കണ്ടതുപോലെയല്ല മനുഷ്യൻ. നിങ്ങളറിയാത്ത പല കാര്യങ്ങളും മനുഷ്യനിലുണ്ട്, മനുഷ്യന് പല ക്വാളിറ്റി ഉണ്ട് എന്ന് അള്ളാഹു അവരോട് പറയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഥമ മനുഷ്യനാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 63 മണ്ണുകൾ കുഴച്ചിട്ട് ആദ്യ മനുഷ്യനെ, ആദ്യ പിതാവിനെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറയുന്ന വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കണ്ടന്റ്, ഇതിന്റെ വിഷയത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് തിരിച്ചറിയുകയുള്ളൂ. നമ്മുടെ ശത്രുവായ ഇബ്ലീസ് അവൻ എങ്ങനെ ശത്രുതയിലേക്ക് വന്നു, അവൻ ഈ ലോകത്ത് ആദ്യമായി നടത്തിയ പരിവർത്തനമെന്ത്, ആദ്യമായി ഈ ലോകത്ത് ജനങ്ങളെ പിഴപ്പിച്ചത് എങ്ങനെയാണ്, പരിശുദ്ധമായ ഖുർആൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 63 മണ്ണുകൾ, അതിൽ കളിമണ്ണ് ഉൾപ്പെടെയുണ്ട്, ഇതെല്ലാം തന്നെ വെള്ളത്തോട് ചേർത്ത് വെച്ച് കുഴച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് തഫ്സീർ ജലാലൈനിൽ മുതഅല്ലിമീങ്ങൾ ഓതുന്ന ഗ്രന്ഥമാണ്. തഫ്സീർ ജലാലൈനി അടക്കമുള്ള എല്ലാ തഫ്സീറുകളിലും ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നല്ല അറിവുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ അല്ലാഹു മാറ്റി. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മളിൽ പലർക്കും അറിയാമെങ്കിലും പുതുതലമുറയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതലായി അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. ഇത് വളരെ ചുരുക്കി വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ കുറിച്ചുമുള്ളതായ പേരുകളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നാമങ്ങൾ മാത്രമല്ല, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, അതിന്റെ ഉപയോഗക്രമങ്ങളും അല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. അല്പം ഓളിയം വേണം.
എല്ലാത്തിന്റെയും ഉപയോഗക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. ثم عرضهم على الملائكة അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസ്തുക്കളെ മുഴുവനായിട്ട് മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തതായ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും മുഴുവനും കൊണ്ടുവന്ന മലായികത്തുകളെ മുന്നിൽ നിരത്തി വെക്കുകയാണ്. എന്നിട്ട് അവരോടായിട്ട് മലക്കുകളോടായി അല്ലാഹു പറഞ്ഞു അത്രേ, അംബിഊനി ബിഅസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ. അല്ലയോ മലക്കുകളെ, മലക്കുകളെ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കും മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഇതാ ഞാനൊരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആദമെന്നാണ് പേര്. ഇവന് ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളെ കുറിച്ചും അറിവുണ്ട്. നിങ്ങളൊന്ന് പറയണേ, ഈ വസ്തുക്കളുടെ നാമങ്ങൾ എന്താണ്, ഉപയോഗം എന്താണ്? അംബിഊനി ബിഅസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കും, ഭൂമിയിൽ പ്രശ്നങ്ങളാണ്, ഫസാദാണ്, കുഴപ്പങ്ങളാണ്. ഇതാ ഞാൻ സൃഷ്ടിച്ച ഈ ആദമിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ വസ്തുക്കളുടെ നാമങ്ങളൊന്ന് പറയണേ എന്ന് അല്ലാഹു മലക്കുകളോടായി പറഞ്ഞപ്പോ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. മലായികത്തുകളൊന്നടങ്കം പറഞ്ഞു, റബ്ബേ നീയാണ് പരിശുദ്ധൻ, നീ പഠിപ്പിച്ചതല്ലാതെ മറ്റൊരറിവും ഞങ്ങൾക്കില്ല. അല്ലാഹ് ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീ അറിവുള്ളവനാണ്, നീ തന്ത്രജ്ഞനാണ്, നീയാണ് പരമമായ സത്യം. അല്ലാഹുവേ, ഞങ്ങൾ നീ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു വസ്തുക്കളെ കുറിച്ചും അറിവില്ല നാദാ, അറിവില്ല. അല്ലാഹ് ഖാല യാ ആദം അംബിഊഹും ബിഅസ്മാഇഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു അത്രേ, ആദമേ ഈ വസ്തുക്കളുടെ നാമങ്ങളൊന്ന് പറയണേ. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നതാണ് ഇതിന്റെ നാമങ്ങളൊക്കെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇത്രയൊക്കെ ഖുർആനിൽ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ്. ഖുർആനിക ആയത്താണ് ഈ ഓതുന്നത് മുഴുവനും. യാ ആദമു അംബിഊഹും ബിഅസ്മാഇഹിം. അല്ലയോ ആദമേ, ഈ വസ്തുക്കളുടെ നാമങ്ങൾ നീ ഒന്നിവർക്ക് പറഞ്ഞു കൊടുക്കണേ, ഈ മലായികത്തുകൾക്ക് വിശദീകരിക്കണേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വസ്തുക്കളുടെ നാമങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തു. മലായികത്തുകൾ അങ്ങനെ നാണിച്ചു നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, നിങ്ങൾ ഈ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് കൊണ്ട് വർദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. ഇനിയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത്. ഉസ്ജുദൂ ലിആദം. അല്ലയോ മലായികത്തുകളെ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണേ. ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. മലായികത്തുകളോട് പറയേണ്ട താമസം അറിവുള്ളവരെ ആദരിക്കണമെന്നുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെതായ ബാലപാഠം തുടങ്ങുന്നത് അന്നാണ്. അല്ലാഹു ആണ് കൽപ്പിക്കുന്നത്. നമ്മൾ ഇന്നും ആ ആദരവ് വകവെച്ചു കൊടുക്കുന്നു, അല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ ആദരവ് നൽകുന്നു. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. ഉസ്താദുമാരെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കുന്നു. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപിക ടീച്ചറായിരുന്നാലും നമ്മൾ അവരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നു, ബഹുമാനം കൊടുക്കുന്നു, ആദരവ് കൊടുക്കുന്നു.
ഇത് തുടങ്ങി വെച്ചത് അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഇൽമെല്ലാം അറിയാം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ഇന്നുള്ളതും കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ വസ്തുക്കളുടെയും ഉപയോഗങ്ങളും നാമങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിങ്ങളൊന്ന് സുജൂദ് ചെയ്യണം. അറിവുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം. എല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്ലീസ് എന്ന മലായിക്കത്തുകളുടെ കൂടെയാണ്. പക്ഷെ മലക്കുകളെ പോലെ അല്ല അവന്റെ സൃഷ്ടിപ്പ്. അത് തന്നെയാണ് അവൻ പിന്തി നിൽക്കാനുള്ള കാരണവും. അവൻ വാദിച്ചു, ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിനാലാണ്. എന്റെ വാദപ്രകാരം മണ്ണിനേക്കാൾ പവർ തീക്കാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആദമിനെ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞവൻ മാറി നിന്നു. അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിക്കുകയാണ്, വിലങ്ങി നിൽക്കുകയാണ്. അവൻ അഹങ്കാരമാണ്. അഹങ്കാരത്തിലൂടെ അവൻ കാഫിറായി എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുകയാണ്, ഉഖ്റുജ് ഫഇന്നക റജീം. നീ പുറത്തു പോകണേ, പുറത്തു പോകണേ. നിനക്കിവിടെ ഇനി സ്ഥാനമില്ല, സ്ഥാനമാനങ്ങളില്ല. അവനെ പുറത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. റജീമാക്കി, എറിഞ്ഞോടിക്കപ്പെടുന്നവനാക്കി. ഇബ്ലീസിനെ ആട്ടി ഓടിച്ചു. ജനങ്ങൾ എപ്പോൾ അവന്റെ പേര് കേട്ടാലും മുസ്ലിമാണോ ലഅനത്തുല്ലാഹി അലൈഹി പറയും. അള്ളാഹുവിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും. അങ്ങനെ പറയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറപ്പെടുത്തി. നമ്മുടെ നാവ് ഇബ്ലീസ് എന്ന് കേട്ടിട്ട് ലഅനത്തുല്ലാഹി എന്ന് പറയാൻ നമ്മുടെ മനസ്സിൽ തുതിക്കുന്നില്ല, നാവ് പൊന്തുന്നില്ല എങ്കിൽ ഇബ്ലീസിന് നമ്മൾ അടിമപ്പെട്ടു എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.